ഹായ് അസ്സലാമു അലൈക്കും. കിച്ചൺ പലാസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫേമസ് ആയിട്ടുള്ള KFC സ്റ്റൈൽ സിഞ്ചർ ബർഗറാണ്. നമ്മൾ ബർഗർ മാത്രമല്ല ഇതിലേക്കുള്ള ഒരു സ്പെഷ്യൽ സോസ് അഥവാ ഒരു സ്പെഷ്യൽ മയോണൈസ് കൂടി ഉണ്ടാക്കുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് സിഞ്ചർ ബർഗറും അതിലേക്കുള്ള സ്പെഷ്യൽ സോസും എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ സ്റ്റെക്ക് ചിക്കൻ അഥവാ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കട്ടിയില്ലാത്ത പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതാ കണ്ടോ, ഈ ഒരു കട്ടിയിലാണ് കേട്ടോ നമ്മൾ ചിക്കനെല്ലാം കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇപ്പം ഞാൻ എല്ലാ ചിക്കനും നേരത്തെ ചെയ്തതുപോലെ തന്നെ വലിയൊരു കട്ടിയില്ലാതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതുപോലെ ഒരു ഇടിമുട്ടി വെച്ചിട്ട്, ഇത് മീറ്റൊക്കെ ഇടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്. ഇപ്പോൾ ഇതെല്ലാ വീട്ടിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ ഉപയോഗിക്കൂലേ ഇടിമുട്ടി, അതെടുത്തിട്ട് ചെയ്താലും മതി. ഇതുപോലെ നമ്മളിങ്ങനെ ഇടിച്ച് ഒന്ന് പരത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് കൂടുതൽ വേണം എന്നുള്ളവർ മാത്രം ഈ ഒരു സ്റ്റേജിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല ഞാനൊരു വെറൈറ്റി ഒരു സോസ് ഇതിലേക്ക് ഉണ്ടാക്കുന്നുണ്ടെന്ന്. ആ സോസിൽ തന്നെ അത്യാവശ്യത്തിന് എരിവ് ഉണ്ടാവും. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒരു ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമ്മൾ ചിക്കൻ പീസസ് ഓരോന്നായി എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ മറ്റേ പാത്രത്തിൽ വെക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിതിൽ ഈ പാലൊഴിച്ച് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചൊക്കെ വെള്ളമായിട്ട് ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം നമ്മളെല്ലാ ചിക്കൻ പീസസും മാരിനേറ്റ് ചെയ്തെടുത്തു. ഇനി ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ നിലയിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. ഇല്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിർബന്ധമായിട്ടും വെക്കണം. ചിക്കൻ ഒരു കോട്ടിങ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഞാൻ ഓരോ ചിക്കൻ പീസസും ഈ പൗഡറിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. നമ്മളിത് കോട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ വിരലുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം എടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ പുറത്തിങ്ങനെ ഫ്ലേക്സ് പോലെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ കിടക്കും. സിഞ്ചർ ബർഗറിൻ്റെ ലുക്ക് കണ്ടിട്ടില്ലേ? കോൺഫ്ലെക്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്ത പോലെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന. അതിന് കോൺഫ്ലെക്സ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് ഫ്രീസറിൽ 1 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിന് ശേഷമേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളൂ. ഇനി ബർഗറിലേക്കുള്ള സ്പെഷ്യൽ സോസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് മയോണൈസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുകയാണ്. ശരിക്കും ഇവിടെ പാപ്രി പൗഡറാണ് വേണ്ടത്, അതായത് റെഡ് ക്യാപ്സിക്കയുടെ പൗഡർ. അതിന് പകരമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുള്ളത്. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ തരിതരിപ്പായി പൊടിച്ച കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങ നീര്, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കാരണം മയോണൈസിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിപ്പോൾ നമ്മൾ 2 മുട്ടയുടെ വെള്ള വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത മയോണൈസാണ്. ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഫ്ലെയിം വളരെ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ. ഇനി ഇത് ഒരു ഭാഗം ആയിട്ടുണ്ട്, നമുക്ക് മറ്റേ സൈഡ് കൂടി മറിച്ചിട്ടിട്ട് കൊടുക്കാം. ഫ്ലെയിം അവസാനം വരെ കുറച്ച് വെക്കണം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബർഗർ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച സോസ് ഞാൻ സ്ക്യൂസ് ചെയ്യാനുള്ള സൗകര്യത്തിന് ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ലീഫ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ വെച്ചിട്ടുണ്ട്, സ്ലൈസ് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്,
ഇതിന് മുകളിലായിട്ട് 2 ടൊമാറ്റോ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതിന് മുകളിലായിട്ട് നമ്മുടെ സോസ് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് ബർഗർ ബണ്ണ് വെച്ചിട്ട് കവർ ചെയ്തു. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു KFC സ്റ്റൈൽ സിഞ്ചർ ബർഗർ റെഡിയാക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.